സലിംകുമാർ എന്ന നടൻ മരിച്ചുപോയി. അങ്ങനെ എൻ്റെ ഫോട്ടോന് ഒരു മാലയൊക്കെ ഇട്ട് മഹാനടൻ യാത്രയായി വിട എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് പ്രാവശ്യം 10-15 പ്രാവശ്യം കൊന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരു വലിയ അസുഖവുമായിട്ട് അമൃത ആശുപത്രിയിൽ ചെല്ലുകയും അവിടെ അഡ്മിറ്റ് ആവുകയും ചെയ്തു. അപ്പം എന്നോട് അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു, സലീമെ ഒന്ന് അമ്മയെ പോയി ഒന്ന് കാണാം. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഭയം, കാരണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, എന്ത് ഞാൻ പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എന്ത് പറയാനാണ്, എനിക്കത് അറിയില്ല, എങ്ങനെ ചെല്ലണം, എന്ത് പറയണം. അങ്ങനെ ഞാൻ പോവണ്ട എന്ന് വിചാരിച്ചിരിക്കുക. അപ്പൊ മനസ്സിൽ എവിടെയോ ഒന്നൊരു വിളി വന്നു, വെറുതെ ഒന്ന് പോവുക. അങ്ങനെ ഞാൻ സ്വാമിയെയും കൂട്ടി അവിടെ ഞാൻ വിളിച്ചു പറഞ്ഞു അവിടെ ചെന്നു. ഞാൻ അമ്മയുടെ മുന്നിലെത്തിയപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു, എന്താണ് മോൻ വന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മേ എനിക്കിപ്പോൾ 46 വയസ്സായി, അമൃത ഹോസ്പിറ്റലിലെ രജിസ്റ്ററിൽ കിടക്കുന്നത് 56 വയസ്സാണ്, അമ്മ അതൊന്ന് മാറ്റി തല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ആ സമയത്ത് ഒരു 10-20 മിനിറ്റോളം അവിടെ ഇരുന്ന് ചിരിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി. എന്നിട്ട് അമ്മ പറഞ്ഞു, ഇപ്പൊ ധൈര്യമായിട്ട് പോയിക്കോളൂ, നേരെ ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആവുക, പൈസയുടെ മറ്റു ഒരു കാര്യമോ മോൻ അന്വേഷിക്കണ്ട, മോനെ എനിക്ക് വേണം. അങ്ങനെ ലോകത്ത് പറയാൻ എനിക്ക് ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ആ അമ്മയുടെ കാരുണ്യമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന വാക്കുകൾ. ഒരുപക്ഷെ ഞാൻ പല ഈശ്വരന്മാരെ വിളിച്ചു, അവർ ഒരു ഈശ്വരന് വിളിയേറ്റില്ല. ഞാൻ വിളിയേറ്റ ഒരു ഈശ്വരൻ എൻ്റെ കൺമുമ്പിൽ നിൽക്കുന്ന അമ്മയാണ്. അപ്പോൾ ഈ ശേഷകാല ജീവിതവും അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പം 2 വാക്കാണ് ഞാൻ എനിക്ക് അനുഭവിച്ചത്, എങ്കിലും 3-4 വാക്കായി. അപ്പോൾ എല്ലാവർക്കും നല്ല ചൈതന്യങ്ങൾ വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ 2 വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കുന്നു.